ഓം ശാന്തി 3/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ യാത്രയിൽ അലസരാകരുത്. ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് പാവനമായി മാറൂ. ബാബ വന്നിരിക്കുന്നു എല്ലാ ആത്മാക്കളുടെയും സേവനം ചെയ്ത് അവരെ ശുദ്ധമാക്കി മാറ്റുന്നതിന്. ചോദ്യം: ഏതൊരു സ്മൃതി ഉണ്ടാവുകയാണെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും ശുദ്ധമായി തീരും? ഉത്തരം: സത്യമായ ഖണ്ഡത്തിൽ പോകുന്നതിന് വേണ്ടി അഥവാ മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നതിന് വേണ്ടി നമ്മൾ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എന്ന സ്മൃതി ഉണ്ടായിരിക്കുകയാണെങ്കിൽ കഴിക്കുന്നതും കുടിക്കുന്നതും ശുദ്ധമാകും. എന്തുകൊണ്ടെന്നാൽ ദേവതകൾ ഒരിക്കലും അശുദ്ധ വസ്തുക്കൾ കഴിക്കുകയില്ല. നമ്മൾ സത്യഖണ്ഡം പാവന ലോകത്തിന്റെ അധികാരിയാകുന്നതിനായി സത്യമായ ബാബയുടെ അടുത്ത് വന്നിരിക്കുകയായതിനാൽ പതീതം അല്ലെങ്കിൽ അശുദ്ധമാകാൻ സാധിക്കുകയില്ല. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളോട് ചോദിക്കുകയാണ്, കുട്ടികളെ, നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ആരെയാണ് ഓർമ്മിക്കുന്നത്? തന്റെ പരിധിയില്ലാത്ത ബാബയെ. ബാബ എവിടെയാണ്? ബാബയെ വിളിച്ചിരുന്നല്ലോ, അല്ലയോ പതീത പാവന? ഇന്നത്തെ കാലത്ത് സന്യാസിമാരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പതീത പാവന സീതാറാം. അർത്ഥം പതീതരെ പാവനമാക്കി മാറ്റുന്ന രാമ വരൂ. സത്യയുഗത്തെ പാവന ലോകമെന്നും കലിയുഗത്തെ പതീത ലോകമെന്നും പറയുന്നുവെന്ന് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ബാബ വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ എന്ന് കലിയുഗത്തിന്റെ അവസാനത്തിൽ വിളിക്കുന്നു. നമ്മൾ ആരാണ്? ആത്മാവ്. ആത്മാവിന് തന്നെയാണ് പവിത്രമായി മാറേണ്ടത്. ആത്മാവ് പവിത്രമാകുമ്പോൾ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ആത്മാവ് പതീതമാകുന്നതിലൂടെ ശരീരവും പതീതമായത് ലഭിക്കുന്നു. ഈ ശരീരമാണെങ്കിൽ മണ്ണുകൊണ്ടുള്ളതാണ്. ആത്മാവ് അവിനാശിയാണ്. ആത്മാവ് ഈ ശരീരത്തിലൂടെ പറയുകയും വിളിക്കുകയും ചെയ്യുന്നു, ഞങ്ങൾ വളരെ പതീതരായി മാറിയിരിക്കുന്നു, വന്ന് ഞങ്ങളെ പാവനമാക്കി മാറ്റൂ. ബാബ പാവനമാക്കി മാറ്റുന്നു. 5 വികാരങ്ങളാകുന്ന രാവണൻ പതീതമാക്കി മാറ്റുന്നു. ബാബ സ്മൃതി ഉണർത്തി തരികയാണ്, നിങ്ങൾ പാവനമായിരുന്നു, പിന്നീട് 84 ജന്മങ്ങളെടുത്ത് ഇപ്പോൾ അന്തിമ ജന്മത്തിലാണ്. ഇത് മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷമാണ്. ബാബ പറയുന്നു, ഞാൻ ഈ വൃക്ഷത്തിന്റെ ബീജരൂപമാണ്. അല്ലയോ പരമപിത പരമാത്മാ, അല്ലയോ ഗോഡ് ഫാദർ, എന്നെ മോചിപ്പിക്കൂ എന്നെല്ലാം പറഞ്ഞ് എന്നെ വിളിക്കുന്നു. എന്നെ മോചിപ്പിച്ച് വഴികാട്ടിയായി മാറി ശാന്തിധാം സുഖധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ എന്നോരോരുത്തരും അവരവർക്ക് വേണ്ടി പറയുന്നു. സ്ഥായിയായ സുഖം എങ്ങനെ ലഭിക്കുമെന്ന് സന്യാസിമാരും പറയാറുണ്ട്. ഇപ്പോൾ ശാന്തിധാമമാണ് വീട്. അവിടെ നിന്നാണ് ആത്മാക്കൾ പാർട്ട് അഭിനയിക്കാൻ വരുന്നത്. അവിടെ കേവലം ആത്മാക്കൾ മാത്രമാണ്, ശരീരമില്ല. ആത്മാക്കൾ നഗ്നമായി, അർത്ഥം ശരീരമില്ലാതെയാണ് ഇരിക്കുന്നത്. നഗ്നം അർത്ഥം വസ്ത്രം ധരിക്കാതിരിക്കുക എന്നല്ല. ഇല്ല, ശരീരമില്ലാതെ ആത്മാക്കൾ നഗ്നം, അതായത് അശരീരി ആയി ഇരിക്കുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, നിങ്ങൾ ആത്മാക്കൾ അവിടെ മൂലവതനത്തിൽ ശരീരമില്ലാതെയാണ് ഇരിക്കുന്നത്. അതിനെ നിരാകാര ലോകമെന്ന് പറയുന്നു. കുട്ടികൾക്ക് ഏണിപ്പടിയെക്കുറിച്ച് മനസ്സിലാക്കി തരികയാണ്. എങ്ങനെയാണ് നമ്മൾ ഏണിപ്പടി ഇറങ്ങി വന്നത്? പരമാവധി 84 ജന്മങ്ങൾ എടുക്കുന്നു. പിന്നെ ചിലർ ഒരു ജന്മവും എടുക്കുന്നു. ആത്മാക്കൾ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്.
പാവനമാക്കി മാറ്റുന്നതിനായി ഞാൻ വന്നിരിക്കുകയാണ് എന്ന് ബാബ ഇപ്പോൾ പറയുന്നു. ശിവബാബ ബ്രഹ്മാവിലൂടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ശിവബാബ ആത്മാക്കളുടെ എല്ലാം അച്ഛനാണ്. ബ്രഹ്മാവിനെ ആദിദേവനെന്ന് പറയുന്നു. ഈ ദാതയിൽ ബാബ വരുന്നതെങ്ങനെയാണ്? ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയുകയുള്ളൂ. അല്ലയോ പതിത പാവന, വരൂ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ആത്മാക്കൾ ഈ ശരീരത്തിലൂടെയാണ് വിളിക്കുന്നത്. പ്രധാനമായത് ആത്മാവാണല്ലോ. ഇത് ദുഃഖധാമമാണ്. ഇവിടെ കലിയുഗത്തിൽ നോക്കൂ, ഇരിക്കെ പെട്ടെന്ന് മരണം സംഭവിക്കുന്നു. അവിടെ സത്യയുഗത്തിൽ യാതൊരു അസുഖവും ഉണ്ടായിരിക്കുകയില്ല. പേര് തന്നെ സ്വർഗം എന്നാണ്. വളരെ നല്ല പേരാണ്. പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകുന്നു. ക്രിസ്തുവിന് 3000 വർഷം മുൻപ് സ്വർഗമായിരുന്നുവെന്ന് ക്രിസ്ത്യാനികളും പറയാറുണ്ട്. ഇവിടെ ഭാരതവാസികൾക്ക് ഒന്നും അറിയില്ല. കാരണം അവർ ഒരുപാട് സുഖവും കണ്ടിട്ടുണ്ട്, ദുഃഖവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. തമോ പ്രധാനം ആയിരിക്കുകയാണ്. 84 ജന്മവും ഇവർക്കുള്ളതാണ്. അരക്കൽപ്പത്തിനു ശേഷമാണ് മറ്റ് ധർമ്മങ്ങളിലുള്ളവർ വരുന്നത്. പകുതി കൽപ്പം ദേവീ ദേവതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. പിന്നീട് ത്രേതായുഗത്തിൽ എപ്പോഴാണോ രാമൻ വരുന്നത്, അപ്പോൾ ഇസ്ലാമി ബൗദ്ധികളൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യർ തീർത്തും ഘോര അന്ധകാരത്തിലാണ്. കലിയുഗത്തിന്റെ ആയുസ് 1,00,000 വർഷമുണ്ടെന്ന് പറയുന്നു. കലിയുഗം ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞ് മനുഷ്യർ ആശയക്കുഴപ്പത്തിലാകുന്നു. കലിയുഗം പൂർത്തിയായി ഇപ്പോൾ സംഗമയുഗം വരികയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ബാബയിൽ നിന്ന് സ്വർഗത്തിന്റെ സമ്പത്ത് നേടാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സ്വർഗവാസികളായിരുന്നു. ബാബ വന്നിരിക്കുന്നത് തന്നെ സ്വർഗം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങളാണ് സ്വർഗത്തിലേക്ക് വരുന്നത്. ബാക്കി എല്ലാവരും ശാന്തിധാമം വീട്ടിലേക്ക് പോകുന്നു. അതാണ് സ്വീറ്റ് ഹോം. ആത്മാക്കൾ എല്ലാവരും അവിടെയാണ് വസിക്കുന്നത്. പിന്നീട് എല്ലാവരും ഇവിടെ വന്ന് പാട്ടഭിനയിക്കുന്നു. ശരീരമില്ലാതെ ആത്മാവിന് സംസാരിക്കാൻ പോലും സാധിക്കുകയില്ല. അവിടെ ശരീരമില്ലാത്തത് കാരണം ആത്മാക്കൾ ശാന്തിയിലിരിക്കുന്നു. പിന്നീട് പകുതി കൽപ്പം ദേവീ ദേവതകൾ, സൂര്യവംശി, ചന്ദ്രവംശി. പിന്നീട് ദ്വാപര കലിയുഗത്തിൽ മനുഷ്യരാകുന്നു. ദേവതകളുടെ രാജ്യമായിരുന്നു. പിന്നീട് അതിപ്പോൾ എവിടെ പോയി? ആർക്കും അറിയില്ല. ഈ ജ്ഞാനം ഇപ്പോൾ ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. വേറെ ഒരു മനുഷ്യരിലും ഈ ജ്ഞാനമില്ല. മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്ന ഈ ജ്ഞാനം ബാബ വന്നാണ് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നതിന് വേണ്ടിയാണ്. അശുദ്ധമായ വസ്തുക്കൾ ദേവതകൾ കഴിക്കുകയും കുടിക്കുകയും ഇല്ല. അവരൊരിക്കലും ബീഡി മുതലായവ ഉപയോഗിക്കില്ല. ഇവിടത്തെ കലിയുഗി മനുഷ്യരുടെ കാര്യം ചോദിക്കരുത്. എന്തെല്ലാമാണ് കഴിക്കുന്നത്? ഈ ഭാരതം ആദ്യം സത്യഖണ്ഡമായിരുന്നുവെന്ന് ബാബ ഇപ്പോൾ മനസ്സിലാക്കി തരുന്നു. തീർച്ചയായും സത്യമായ ബാബയാണ് സ്ഥാപിക്കുന്നത്. സത്യമെന്ന് പറയുന്നത് ബാബയെ തന്നെയാണ്. ഞാൻ ഈ ഭാരതത്തെ സത്യഖണ്ഡമാക്കി മാറ്റുമെന്ന് ബാബ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ സത്യമായ ദേവതയായി മാറുന്നത് എങ്ങനെയാണ്, അതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു. എത്രയധികം കുട്ടികളാണ് ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കേണ്ടി വരുന്നത്. അവസാനം വരേക്കും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒരുപാട് ഉണ്ടാക്കും.
വീടുകൾ വാങ്ങുകയും ചെയ്യും. ശിവബാബ ബ്രഹ്മാവിലൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. ബ്രഹ്മാവ് കറുത്തതായി മാറുന്നു. കാരണം അദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളുടെ അവസാന ജന്മമാണല്ലോ. പിന്നീട് ഇദ്ദേഹം തന്നെ വെളുത്തതായി മാറും. കൃഷ്ണന്റെ ചിത്രവും വെളുത്തതും കറുത്തതുമാക്കി കാണിച്ചിട്ടുണ്ട്. മ്യൂസിയത്തിൽ വളരെ നല്ല നല്ല ചിത്രങ്ങളുണ്ട്. ഇത് വെച്ച് ആർക്ക് വേണമെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. ഇവിടെ ബാബ മ്യൂസിയം ഒന്നും ഉണ്ടാക്കുന്നില്ല. ശാന്തി സ്തംഭം എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാം, ശാന്തിധാമമായ തന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെ വസിക്കുന്നവരാണ്. പിന്നീട് ഇവിടെ വന്ന് ശരീരമെടുത്ത് പാട്ടഭിനയിക്കുന്നു. ഇവിടെ ഒരു സന്യാസിയുമല്ല പഠിപ്പിക്കുന്നത് എന്ന നിശ്ചയം ആദ്യം നിങ്ങൾ കുട്ടികൾക്കുണ്ടായിരിക്കണം. ഈ ദാദ സിന്ധിൽ വസിക്കുന്ന ആളായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൽ ആരാണോ പ്രവേശിച്ച് സംസാരിക്കുന്നത് അത് ജ്ഞാനസാഗരനാണ്. പക്ഷെ ഈ കാര്യം ആരും അറിയുന്നില്ല. ഗോഡ് ഫാദർ എന്ന് പറയാറുണ്ട്. ഒപ്പം നാമരൂപത്തിൽ നിന്ന് വേറിട്ടത് എന്നും പറയുന്നു. ബാബ നിരാകാരനാണ്, ആകാരമില്ല. എന്നാൽ സർവവ്യാപി എന്ന് പറയുന്നു. ശരി, പരമാത്മാവ് എവിടെയാണ്? അപ്പോൾ പറയും, പരമാത്മാവ് സർവവ്യാപിയാണ്, ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് എന്ന്. ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹോദര സഹോദര ആത്മാവാണല്ലോ. പിന്നെ ഓരോ ശരീരത്തിലും പരമാത്മാവ് എങ്ങനെ വരും? പരമാത്മാവുമുണ്ട് ആത്മാവുമുണ്ട് എന്നൊരിക്കലും പറയുകയില്ല. ബാബ വന്ന് ഞങ്ങൾ പതീതരെ പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞ് പരമാത്മാവായ ബാബയെയാണ് വിളിക്കുന്നത്. നിങ്ങൾ എന്നെ വിളിക്കുന്നത് ഈ ജോലി, ഈ സേവനം ചെയ്യാനാണ്. ഞങ്ങൾ എല്ലാവരെയും വന്ന് ശുദ്ധമാക്കി മാറ്റൂ. ബാബ ഞങ്ങൾ പതീതരാണെന്ന് പറഞ്ഞ് പതീത ലോകത്തിലേക്ക് ക്ഷണിക്കുന്നു. ബാബയാണെങ്കിൽ പാവന ലോകം കാണുന്നു പോലുമില്ല. നിങ്ങളുടെ സേവനം ചെയ്യുന്നതിന് പതീത ലോകത്തിലേക്കാണ് വരുന്നത്. അവർ പോയി രാജാക്കന്മാരുടെയും രാജാവായി മാറുന്നു. നിങ്ങളെ അനേക തവണ പഠിപ്പിച്ചു. വീണ്ടും 5000 വർഷത്തിന് ശേഷം നിങ്ങളെ തന്നെ പഠിപ്പിക്കും. സത്യയുഗത്തിന്റെയും ത്രേതായുഗത്തിന്റെയും രാജധാനി ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തേത് ബ്രാഹ്മണ കുലമാണ്. പ്രജാപിത ബ്രഹ്മാവിനെ കുറിച്ച് പാടപ്പെടുന്നുണ്ടല്ലോ. ഇവരെ തന്നെയാണ് ആദാം ആദിദേവൻ എന്ന് പറയുന്നത്. ഇതാർക്കും അറിയുകയില്ല. ഇവിടെ വന്ന് കേട്ട് പിന്നീട് മായയ്ക്ക് വശപ്പെട്ടു പോകുന്നവർ ധാരാളമുണ്ട്. പുണ്യാത്മാവായി മാറി മാറി പിന്നീട് പാപാത്മാവായി മാറുന്നു. മായ വളരെ സൂത്രശാലിയാണ്. എല്ലാവരെയും പാപാത്മാവാക്കി മാറ്റുന്നു. ഇവിടെ ഒരു പവിത്രാത്മാവോ പുണ്യാത്മാവോ ഇല്ല. പവിത്രാത്മാക്കൾ ദേവീ ദേവതകളായിരുന്നു. എപ്പോൾ എല്ലാവരും പതീതമായി മാറിയോ അപ്പോൾ എന്നെ വിളിക്കുന്നു. ഇപ്പോൾ ഇത് രാവണ രാജ്യമാണ്, പതീത ലോകമാണ്. ഇതിനെ മുൾക്കാട് എന്ന് പറയും. സത്യുഗത്തെ പൂക്കളുടെ പൂന്തോട്ടം എന്നാണ് പറയുന്നത്. മുഗൾ ഗാർഡനിൽ ഒന്നാന്തരം നല്ല നല്ല പൂക്കളാണ് ഉള്ളത്. എരിക്കിൻ പൂവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇതിന്റെ അർത്ഥം ഒരാളും മനസ്സിലാക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് ശിവന്റെ മുകളിൽ എരിക്കിൻ പൂവ് അർപ്പിക്കുന്നത്? ഇതും ബാബ ഇരുന്ന് മനസ്സിലാക്കി തരികയാണ്. ഞാൻ എപ്പോഴാണോ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിൽ ചിലർ ഫസ്റ്റ് ക്ലാസ് മുത്തുകൾ, ചിലർ തിളങ്ങുന്ന ജ്യോതി, ചിലർ പിന്നീട് എരിക്കിൻ പൂവും ആകാറുണ്ട്. നമ്പർ വൈസ് ആണല്ലോ. അതുകൊണ്ട് ഇതിനെ ദുഃഖധാമം, മൃത്യുലോകം എന്ന് പറയുന്നു.
സത്യയുഗം അമരലോകമാണ്. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രങ്ങളിലും ഇല്ല. ശാസ്ത്രങ്ങളെല്ലാം ഈ ബ്രഹ്മബാബ പഠിച്ചിട്ടുണ്ട്. ശിവബാബ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നില്ല. ബാബ സ്വയം സദ്ഗതി ദാതാവാണ്. ഗീത സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. സർവശാസ്ത്ര ശിരോമണി ഗീത ഭഗവാനാണ് പറയുന്നത്. എന്നാൽ ആരോടാണ് പറയുന്നത്? ഇത് ഭാരതവാസികൾക്ക് അറിയുകയില്ല. ബാബ പറയുകയാണ്, ഞാൻ നിഷ്കാമ സേവാധാരിയാണ്. നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഞാൻ ആകുന്നില്ല. സ്വർഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നില്ല. ദുഃഖത്തിൽ എല്ലാവരും ഓർമ്മിക്കുന്നു. സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല. ഇതിനെ സുഖദുഃഖങ്ങളുടെ കളിയെന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ വേറെ ഒരു ധർമ്മവും ഉണ്ടായിരിക്കുകയില്ല. മറ്റ് ധർമ്മങ്ങളെല്ലാം വരുന്നത് പിന്നീടാണ്. ഇപ്പോൾ ഈ പഴയ ലോകം അവസാനിക്കും. ശക്തമായ പ്രകൃതിക്ഷോഭങ്ങളും കൊടുങ്കാറ്റും വരുമെന്ന് നിങ്ങൾക്കറിയാം. എല്ലാം അവസാനിക്കും. അതുകൊണ്ട് ബാബ ഇപ്പോൾ വന്ന് ബുദ്ധിഹീനരിൽ നിന്ന് വിവേകശാലികളാക്കി മാറ്റുന്നു. ബാബ വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു. അതെല്ലാം എവിടെ പോയി? ഇപ്പോൾ നിങ്ങൾ എത്ര വികാരികളായി മാറിയിരിക്കുന്നു. ഭാരതം സ്വർണ പക്ഷി ആയിരുന്നു. അതിപ്പോൾ എന്തായി മാറി? ഇപ്പോൾ വീണ്ടും പതിത പാവനനായ ബാബ വന്ന് രാജയോഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഹഠയോഗം, ഇത് രാജയോഗം. ഈ രാജയോഗം സ്ത്രീക്കും പുരുഷനും വേണ്ടിയുള്ളതാണ്. ആ ഹഠയോഗം കേവലം പുരുഷന്മാർ മാത്രമേ പഠിക്കുകയുള്ളൂ. പുരുഷാർത്ഥം ചെയ്യൂ, വിശ്വത്തിന്റെ അധികാരിയായി കാണിക്കൂ എന്ന് ബാബ ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ പഴയ ലോകം അവസാനിക്കാൻ പോവുകയാണ്. ബാക്കി കുറച്ചു സമയമുണ്ട്. ഈ യുദ്ധം അവസാനത്തെ യുദ്ധമാണ്. ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കുകയില്ല. എപ്പോഴാണോ നിങ്ങൾ കർമാതീത അവസ്ഥയിൽ എത്തുകയും സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായി മാറുകയും ചെയ്യുന്നത്, അപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ബാബ വീണ്ടും പറയുകയാണ്, ഓർമ്മയുടെ യാത്രയിൽ അലസമാവരുത്. ഇതിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിലൂടെ നല്ല രീതിയിൽ പഠിച്ച് ഫസ്റ്റ് ക്ലാസ് പുഷ്പമായി മാറണം. മുള്ളുകൾ നിറഞ്ഞ ഈ കാടിനെ പുഷ്പങ്ങളുടെ പൂന്തോട്ടമാക്കി മാറ്റുന്നതിൽ ബാബയുടെ സഹായിയായി തീരണം. 2. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കുന്നതിനും സ്വർഗത്തിൽ ഉയർന്ന പദവിയുടെ അധികാരം പ്രാപ്തമാക്കുന്നതിനും വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ തൽപരരായിരിക്കണം. അലസരായി മാറരുത്. വരദാനം: മസ്തകത്തിൽ സദാ ബാബയുടെ ആശീർവാദങ്ങളുടെ ഹസ്തത്തിന്റെ അനുഭവം ചെയ്യുന്ന മാസ്റ്റർ വിഘ്ന വിനാശകരായി ഭവിക്കട്ടെ. ഗണേശനെ വിഘ്ന വിനാശകനെന്ന് വിളിക്കുന്നു. വിഘ്ന വിനാശകർ അവർ തന്നെയാണാകുന്നത് ആരിലാണോ സർവശക്തികളും ഉള്ളത്. സർവശക്തികളെയും സമയാനുസരണം കാര്യങ്ങളിൽ ഉപയോഗിക്കൂ. എങ്കിൽ വിഘ്നത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല. മായ ഏത് രൂപത്തിൽ വന്നാലും താങ്കൾ നോളജ് ഫുള്ളാകൂ. നോളജ് ഫുള്ളായ ആത്മാക്കൾ ഒരിക്കലും മായയോട് തോൽക്കുകയില്ല. മസ്തകത്തിൽ ബാബയുടെ ആശീർവാദങ്ങളുടെ കൈ ഉണ്ട് എങ്കിൽ വിജയത്തിന്റെ തിലകം ചാർത്തപ്പെടും. പരമാത്മാവിന്റെ കൈയും കൂട്ടും വിഘ്ന വിനാശകരാക്കി മാറ്റുന്നു. സ്ലോഗൻ: സ്വയത്തിൽ ഗുണങ്ങളുടെ ധാരണ ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണദാനം ചെയ്യുന്നവർ തന്നെയാണ്
ഗുണമൂർത്തി. ഓം ശാന്തി.